മരുഭൂമിയിലെ താപസശ്രേഷ്ഠനായ മഹാനായ അന്തോനീസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക. തിരുസഭയുടെ ചരിത്രത്തിൽ മരുഭൂമിയിലെ പിതാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന പിതാക്കന്മാരിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ബാക്കി എല്ലാവരും. ചരിത്രത്തിൽ അദ്ദേഹത്തിന് മുൻപ് മരുഭൂമിയിൽ പിതാക്കന്മാരും താപസന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിലും അടയാളപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ഒരു പുതിയ തരത്തിലുള്ള ആത്മീയ ശ്രേണിക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത മഹാനായ വിശുദ്ധ അന്തോനീസ്. അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിന് 105 വർഷത്തെ ദൈർഘ്യമുണ്ടായി. സ്വർഗം അനുവദിച്ച ഭൂമിയിലെ സുദീർഘമായ ജീവിതം. ക്രിസ്തുവർഷം 251 356 ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. ജനുവരി മാസം 17-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിൻ്റേത്. അദ്ദേഹത്തിന് 20 വയസ്സും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിക്ക് വെറും 18 വയസ്സും. അങ്ങനെ അവരുടെ ഈ ചെറുപ്പത്തിലേ ഉള്ള ബന്ധുമിത്രാദികളിൽ നിന്നുള്ള ഒരകൽച്ചയും ഒരൊറ്റപ്പെടലും ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നതിന് സ്വർഗം അനുവദിച്ച ഒരു സാഹചര്യമാണ് എന്ന് പിൽക്കാലത്ത് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഈ 20-ാം വയസ്സിൽ പള്ളിയിൽ പോയിരുന്ന് വചനം കേൾക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവായി പറയപ്പെടുക അദ്ദേഹത്തിന് പഠിക്കാനും ഓർമ്മിക്കാനും അത് വീണ്ടും പുനരവതരിപ്പിക്കാനും കഴിവ് കുറവായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. പള്ളിയിൽ പോയിരുന്ന വചനം കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കതയോടുകൂടി ആ വചനം പരിപൂർണമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അതിന് വലിയ വില കൊടുത്ത വ്യക്തിയാണ്. ഒരു ദിവസം പള്ളിയിൽ പോയിരുന്ന് കേൾക്കുകയാണ്, നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വത്തുവകകൾ മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയർ അദ്ദേഹം അത് വിൽക്കുകയാണ്. ഏക്കർ കണക്കിനുള്ള സ്ഥലം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുകയാണ്, ജീവിതം ഈശോയ്ക്കായി സമർപ്പിക്കാനായി. പിറ്റത്തെ ദിവസം പള്ളിയിൽ പോകുമ്പോൾ വീണ്ടും കേൾക്കുകയാണ്, നാളെക്കുറിച്ചുള്ള ആകുലത വേണ്ട, തൻ്റെ കുഞ്ഞനുജത്തിക്ക് വേണ്ടി അവളെ ഒരു മഠത്തിൽ ചേർത്ത് പഠിപ്പിക്കാമെന്നാണ് അദ്ദേഹം കരുതുക. 18 വയസ്സുള്ള തൻ്റെ അനിയത്തിക്ക് വേണ്ടി കരുതി വെച്ചതും കൂടി അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് തിരുസഭയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട നിമിഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. അവിടെ ആ പ്രദേശത്ത് ഒരു താപസനുണ്ടായിരുന്നു, അവരുടെ ഗ്രാമത്തിൽ തന്നെ, ഈജിപ്തിൽ. അദ്ദേഹം ഈ വ്യക്തിയിൽ ആകർഷനാവുകയും അവിടെ പോയി അദ്ദേഹം നടത്തുന്ന ആ ഒരു ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്രമബന്ധിതമായ ജീവിതക്രമത്തെ നോക്കി അത്ഭുതപ്പെടുകയും അതിൽ ആകർഷനാവുകയും ചെയ്യുകയാണ്. എന്നാൽ മരുഭൂമിയാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും സഹായകരമാകുന്ന സ്ഥലമെന്ന് കരുതി ഈ വിശുദ്ധൻ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിൽ അദ്ദേഹം എത്തിപ്പെടുക ഒരു ഗുഹയിൽ. ഇങ്ങനെയാണ് പറയുക, വളരെ തുച്ഛമായിട്ടുണ്ടായിരുന്ന ബ്രെഡ്, ഉപ്പ്, ഈ റൊട്ടിയും ഉപ്പും അല്പം വെള്ളവും ഒരു വസ്ത്രവും, ഇത് വിട്ടുകൊണ്ടുള്ള 35 വയസ്സ് വരെ അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെ കണ്ടും കേട്ടും എന്ന് പറയാവുന്ന രീതിയിൽ അവിടെ പോകുന്ന വ്യക്തികൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ഈ സമയത്താണ് ഒന്നൊന്നായി പിശാചിനെ കീഴ്പ്പെടുത്തുന്ന ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുക. ആദ്യമായി അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക ശരീരത്തിൻ്റെ മേലെയാണ്. പിശാച്
അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേൽ വലിയ പീഡനങ്ങൾ അഴിച്ചു വിടുകയും അദ്ദേഹം നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പരിശ്രമിക്കുകയും ചെയ്യണം. എന്നാൽ ഇതെല്ലാം വെറുതെ ആവുകയാണ്. സ്ത്രീ രൂപത്തിൽ, മറ്റു തരത്തിലുള്ള ചിന്തകളിൽ, ശരീരത്തിൻ്റെ മേലുള്ള ആസക്തികളിലൊക്കെ പിശാച് പരിശ്രമം നടത്തുന്നെങ്കിലും അമ്പയെ പരാജയപ്പെട്ട് പിശാച് ഒരു കറുത്ത രൂപത്തിൽ വന്നു നിന്നു എന്നാ പറയുക. അതുവരെ വളരെ സുന്ദരമായ രൂപത്തിലാണ് വരിക, വളരെ കാപട്യത്തോടു കൂടി. എന്നാൽ പിശാച് തൻ്റെ തനി രൂപത്തിൽ വിശുദ്ധൻ്റെ മുമ്പിൽ വന്നെന്ന് പറയുകയാണ്, ഞാൻ അനേകരെ വളരെ എളുപ്പത്തിൽ ഈ ഒരു മേഖലയിൽ വീഴ്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ എനിക്കതിന് സാധിച്ചില്ല. അതിൽ സങ്കടപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ആ വലിയ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം മുന്നേറുകയാണ്. പിന്നെ അടുത്ത ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങളിലേക്കാണ്. അത് വീണ്ടും വ്യത്യസ്തമായ തലങ്ങളിൽ വലിയ സങ്കടം മനസ്സിൽ നിറയ്ക്കുന്നു, വേദനകൾ കൊണ്ടുവരുന്നു. പിന്നെ സംഭവിച്ചത് ഒരുപക്ഷെ നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അതിഭാവുകത്വത്തോടു കൂടി നമ്മൾ പറയുന്നതാണോ എന്ന് തോന്നിപ്പോവും. വിശുദ്ധ അത്തനാസ്യൂസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുക. ഇങ്ങനെയാണ് ചരിത്രം പറയുക, വലിയ ഒരു സൈന്യം തന്നെ ഈ വിശുദ്ധനെതിരെ പാളയമടിക്കുകയാണ്. അനേകം പട്ടാളക്കാരായിട്ട്, വ്യത്യസ്ത തരത്തിലുള്ള ജീവികളായിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വല്ലാതെ പീഡിപ്പിക്കുകയും ഭൂകമ്പം ഉണ്ടാക്കുക. അവസാനം അദ്ദേഹത്തെ വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തികൾ മൃതപ്രാണനായി മരുഭൂമിയിൽ ഇദ്ദേഹം കിടക്കുന്നത് കാണുകയാണ്. വന്ന് നോക്കുമ്പോൾ ജീവനില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം എന്ന് കരുതി അവരദ്ദേഹത്തെ തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഗുഹയിലും പിന്നെ ഒരു ശവകുടീരത്തിലും മലമുകളിലുമൊക്കെ കഴിച്ചു കൂട്ടുന്ന ജീവിതമാണ്. പള്ളിയിൽ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുകയാണ്. ജീവനില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ വരുമ്പോഴാണ്. എന്നാൽ വളരെ ഭാരപ്പെട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ണു തുറന്ന് ചെറിയൊരു ബോധത്തിലേക്ക് വന്ന് അവരോട് ആവശ്യപ്പെട്ടു, എന്നെ എവിടെ നിന്നാണോ എടുത്തുകൊണ്ട് വന്നത് അവിടെ തിരിച്ചു കൊണ്ടുവിടുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുഹയിലേക്ക് തിരികെ കൊണ്ടുവിടുമ്പോൾ ഇങ്ങനെയാണ് പറയാം ചരിത്രം, ആ ഗുഹ പിളർന്ന് മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ വലിയ കൃപ ഇറങ്ങിയെന്നാണ് പറയുക. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പൈശാചിക ശക്തികളും ചിതറിക്കപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയായിരുന്നോ മുൻപുണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പൂർണ്ണ ആരോഗ്യവാനായ വിശുദ്ധ അന്തോനീസ് ചോദിക്കുകയാണ്, ദൈവമേ നീ എവിടെയായിരുന്നു? ഈ ഘോര യുദ്ധത്തിൽ ഞാൻ മരണത്തോളം ഞാൻ വീണ് കിടന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ഇത് അനേകം വിശുദ്ധർക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്. അതിൻ്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ഈശോ പറയാണ്, ഞാൻ നിന്റെ തൊട്ടരികിലുണ്ടായിരുന്നു. എൻ്റെ നാമത്തിൽ, എൻ്റെ പരിശുദ്ധ നാമത്തിൽ നീ പിശാചുക്കളോട് നേരിട്ട് ഘോര യുദ്ധം ചെയ്യുന്നത് നോക്കി നിന്ന് നിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയായിരുന്നു. സ്വർഗത്തിൽ നിന്റെ പേര് എഴുതി ചേർക്കപ്പെടുന്ന നിമിഷമായിട്ട് നിന്റെ ഈ ജീവിത വിജയം മാറിയിരിക്കുകയാണ്. കർത്താവിന് ഏറെ സന്തോഷം നൽകിയ ഒരു പ്രവൃത്തിയായി ആ പോരാട്ടം കണക്കാക്കപ്പെടുകയാണ്. ഏകദേശം ഒരു 35 വയസ്സിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുക. പിന്നീട് അങ്ങോട്ടുള്ള 20 വർഷം വിശുദ്ധ അന്തോനീസ് മരുഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പിൻവാങ്ങുകയാണ്. ഒരു തകർക്കപ്പെട്ട കോട്ടയ്ക്കുള്ളിലേക്ക് ആർക്കും കടന്നു വരാൻ കഴിയാത്തതുപോലെ അദ്ദേഹം വളരെ രഹസ്യമായി അതിലേക്ക് പിൻവലിയുകയാണ്. വളരെ തുച്ഛമായ ഭക്ഷണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനും കാണുവാനും ജീവിതത്തിൽ ഉടനീളം ഒരൊറ്റ നിലപാടാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ് എടുക്കുക. അദ്ദേഹത്തിൻ്റെ കഴിവിൽ ആരും ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കലും അതല്ല സത്യം. യേശുനാമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടക്കുന്ന അത്ഭുതങ്ങളും പ്രവൃത്തികളും ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വ്യക്തികൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതോ വാഴ്ത്തുന്നതോ വിശുദ്ധനായി കാണുന്നതോ ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല.
അങ്ങനെ അദ്ദേഹം തൻ്റെ സ്വകാര്യ ഇടത്തേക്ക് പിൻവലിയുകയാണ്. അതൊരു തകർക്കപ്പെട്ട ഒരു പഴയ കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ അദ്ദേഹം ഒരു പ്രത്യേക മുറിയിൽ അടച്ചിരിക്കുകയാണ്. പലരും അദ്ദേഹത്തിന് സുപരിചിതരായിട്ടുള്ളവരുണ്ടായിരുന്നു, അദ്ദേഹത്തിൽ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അവർ വന്ന് ആഴ്ചകളോളം പുറത്ത് കാവലിരിക്കുകയും പലരും പുറത്ത് പ്രാർത്ഥന നിരതരായി തന്നെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി തന്നെ പുറത്തിരിക്കുകയും ഉള്ളിൽ നടക്കുന്ന ഘോരയുദ്ധം ഇവർ പുറമേ ഇരുന്ന് കേൾക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുക. വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളായി, ഇഴജന്തുക്കളായി, അങ്ങനെ പല രൂപത്തിൽ അദ്ദേഹത്തിന് വലിയ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ ഉള്ളിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ തന്നെ അദ്ദേഹം ഇറങ്ങി വരികയാണ്. തടി കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, വസ്ത്രം ചുളിഞ്ഞിട്ടുമില്ല, മുഷിഞ്ഞിട്ടുമില്ല. അതേ പ്രഭയിൽ ഈ വിശുദ്ധൻ ഇറങ്ങി വരികയാണ്. ഇതെല്ലാവരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് മരുഭൂമി താപസന്മാരുടെ ഒരു വലിയ നഗരമായി മാറി എന്നാണ് പറയുക. അവിടെ സ്വർഗത്തിൽ പൗരത്വം ലഭിക്കുന്നതിനായി അദ്ദേഹത്തിനെ പിൻപറ്റി അനേകർ ഈ താപസ ജീവിതത്തിലേക്ക് വരികയാണ്. പിന്നീട് അങ്ങോട്ട് അനവധി അത്ഭുതങ്ങളും കർത്താവിൻ്റെ അടയാളങ്ങളും അനേകർക്ക് സാക്ഷ്യമായി തീരുകയാണ്. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ സ്വർണ്ണ നാണയങ്ങൾ അനവധി പിശാച് പൊഴിച്ചിടുമായിരുന്നു. ഇനി അത് കണ്ടിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് ഇളകിയിരുന്നെങ്കിൽ. ഇവിടെ വിശുദ്ധൻ പിശാചുമായി നേരിട്ടിടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായൊരു കാര്യം, എപ്പോഴും വിശുദ്ധന് നിർബന്ധമുണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ്: ഭാവി അറിയുവാനുള്ള വലിയ താല്പര്യത്തോടു കൂടി അനേകർ വരുമായിരുന്നു. എത്യോപ്യയിൽ മഴ പെയ്യുമ്പോൾ ഈജിപ്തിലേക്ക് വെള്ളമൊഴുകി വരുമെന്ന് ഒരു ശാസ്ത്രമാണത്. മഴ പെയ്യുമ്പോൾ താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം ഒഴുകി വരുമല്ലോ. പിശാച് വന്ന് നാളെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഈ വിശുദ്ധനോട് പറയുമായിരുന്നു. അപ്പോൾ വിശുദ്ധൻ ചോദിക്കും, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താണ് ഉപകാരം? അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പിശാച് വന്ന് പറയുമായിരുന്നു. പിശാച് ശക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശുദ്ധ അന്തോനീസ് ഇങ്ങനെയാണ് പറയുക: ലക്ഷണം വെച്ച് പറയുന്നവനാണ് പിശാച്, ഒരിക്കലും ഭാവിയെക്കുറിച്ച് അറിവില്ലാത്തവനാണ് പിശാച്. ഒരു മനുഷ്യന് അവിടെ മഴ പെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഓടി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ വന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇവൻ അരൂപി ആയതുകൊണ്ട്, ഇവന് വന്ന് ഇൻഫർമേഷൻ തരാൻ പറ്റുന്നത് കൊണ്ട് ഇവൻ എന്തൊക്കെയോ ശക്തി ഉണ്ടെന്ന് നടിക്കാൻ ശ്രമിക്കുകയാണ്. വേഷം മാറി വരുന്നു. ഈ താപസൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ദിവസങ്ങളായി, നല്ലൊരു സന്യാസിയായിട്ട് വന്ന് ഉപദേശിക്കുകയാണ്: നിനക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചുകൂടെ? ആരോഗ്യം പ്രധാനപ്പെട്ടതല്ലേ? അവിടെ വിശുദ്ധൻ കൃത്യമായി തിരിച്ചറിയുകയാണ് ഇത് ദൈവത്തിൻ്റെ സ്വരമല്ല എന്നുള്ളത്. ഓരോ കാര്യങ്ങളിലും നല്ല വന്ന് ചിലപ്പോൾ അഭിനന്ദിക്കുമെന്നാണ് പറയുക. പിശാച് ഇദ്ദേഹത്തെ സ്തുതിക്കും. രാത്രിയിൽ ഉറങ്ങുമ്പോൾ വിളിച്ചെഴുന്നേപ്പിച്ച് വാ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആത്മീയ ജീവിതത്തിനൊരു ക്രമമുണ്ട്. അതിനെ അലങ്കോലപ്പെടുന്ന തരത്തിലുള്ള ആത്മീയ ക്രമം പിശാച് ഈ വിശുദ്ധന് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയ ഭാരമായിട്ട് തോന്നണം, അസ്വസ്ഥതയായിട്ട് തോന്നണം. ദൈവവചനം തന്നെ പറഞ്ഞ്, അതുപോലെ തന്നെ ഈ വിശുദ്ധൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഭയങ്കരമായി വാഴ്ത്തിപ്പാട്, നിന്നെപ്പോലൊരു വിശുദ്ധൻ വേറെ ഇല്ല. അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയൊക്കെ പലതരത്തിൽ പിശാച് പരിശ്രമം നടത്തുമ്പോൾ വിശുദ്ധ അന്തോനീസ് ഭയങ്കരമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ എന്തിനാണ് ഈ ഭാവി അറിയുന്നതിനായി ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത്? അത് തിന്മയാണെന്ന് തന്നെയാണ് പറയുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു വ്യഗ്രത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഒരുപക്ഷെ ദൈവം തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നാലും, അവിടുന്ന് തിരുമനസ്സായാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതായിരിക്കണ്ടേ എന്ന് വിശുദ്ധൻ ചോദിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അവിടെ
ഈ സന്യാസിമാരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്വൈര ജീവിതവും സ്വകാര്യ ജീവിതവും പ്രാർത്ഥനയും ഈ ക്രമബന്ധിതമായ ജീവിതവും എല്ലാം അലങ്കോലപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ആരും അറിയാതെ അടുത്ത സ്ഥലത്തേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. മരുഭൂമിയിലെ മറ്റൊരു സ്ഥലം, ഏറെ ദൂരത്ത്. അവിടെ അദ്ദേഹം ചെന്നെത്തുന്ന സ്ഥലത്ത് അരികിലൊരു അരുവിയും ഇരിക്കാനൊരു ഗുഹയും കുറച്ച് പനകളുമുള്ള സ്ഥലമാണ്. അദ്ദേഹത്തെ കൊണ്ടാക്കിയ യാത്രക്കാർ വർഷത്തിൽ 1-2 തവണ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് അറിവുള്ളത് കൊണ്ട് സന്ദർശിക്കാനായി വരുമ്പോൾ കൊടുക്കുന്ന ഈ അപ്പം, റൊട്ടി, അത് അവർക്കൊരു ഭാരമാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ എനിക്ക് കുറച്ച് വിത്തുകളുമായി വരിക. അങ്ങനെ അദ്ദേഹം വിത്ത് വിതച്ച് അവിടെ തന്നെ കൃഷി ചെയ്ത് തനിയെ ജീവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിശാചുക്കൾ അവിടെയും വന്ന് അദ്ദേഹത്തിൻ്റെ കൃഷി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അനവധി പീഡകൾ അഴിച്ചുവിടുന്നു. അവിടെയും കുറേ നാളുകൾ താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. ആബ ആൻ്റണി, ഞങ്ങളെ ഒന്ന് കാണണം. അദ്ദേഹം ശിഷ്യന്മാരുടെ ആത്മീയ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി അവരോടൊപ്പം തിരിക്കുകയാണ്. ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് വെള്ളവും റൊട്ടിയും കരുതിയിരുന്നു. എന്നാൽ വഴിയിൽ വെച്ചതെല്ലാം തീരുകയാണ്. അതിൽ വലിയൊരു മരണത്തിൻ്റെ വക്കിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒട്ടകത്തെ അവർ പറഞ്ഞു വിട്ടു, അത് ഇതിലേലും പോയി ജീവിച്ചോട്ടെ. ബാക്കിയെല്ലാവരും തളർന്ന് ഈ മരുഭൂമിയിൽ വീണ് കിടക്കുകയാണ്. മരണം ഉറപ്പാണ്, വെള്ളമില്ല. ഉടനെ ഈ വിശുദ്ധൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്നൊരു അത്ഭുത ഉറവയുണ്ടാവുകയും അത് സംഭരിച്ച് ഇവർ കുടിച്ച് തിരിച്ച് വരികയാണ്. തിരികെ ഉള്ള വരവിന് ശേഷം അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാകുന്നു, പ്രദേശത്ത് അറിയപ്പെടുന്നു. ആ പ്രദേശത്തെ രാജാവ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ തുർക്കിയുടെ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പോളിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ പോകണമോ വേണ്ടയോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങ് പോയാൽ ആൻ്റണി എന്നും പോയില്ല എങ്കിൽ ആബ ആൻ്റണി എന്നും ചരിത്രത്തിൽ അറിയപ്പെടും. ആബ എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവെന്നാണ്. മരുഭൂമിയിലെ പിതാവായ അന്തോണീസ് എന്ന് അറിയപ്പെടും പോയില്ല എങ്കിൽ. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പോകുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചതാണ്. രാജാവിൻ്റെ ക്ഷണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കത്ത് അദ്ദേഹത്തിന് എത്തുമ്പോൾ ശിഷ്യന്മാരോട് കാണിച്ചിട്ട് പറയുകയാണ്, ഇതിൽ സന്തോഷിക്കാനായി യാതൊന്നുമില്ല. രാജാവ് വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. എന്തെങ്കിലും നമുക്ക് ആനന്ദിക്കാനുണ്ടെങ്കിൽ അത് സ്വർഗത്തെക്കുറിച്ച് മാത്രമാണ്. അനവധി അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ, വളരെ വർണ്ണനാതീതമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ പലപ്പോഴും നമ്മളുടെ യുക്തിഭദ്രമായ ചിന്തയിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള അനവധി കാര്യങ്ങളുണ്ട്. അദ്ദേഹം മരിച്ച വ്യക്തികളുടെ ആത്മാക്കളെ കണ്ടുമുട്ടുമായിരുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ. 30 ദിവസം യാത്ര തിരിച്ചാൽ എത്താവുന്ന സ്ഥലത്തുള്ള വിശുദ്ധനായ മറ്റൊരു സന്യാസിയുടെ മരണവിവരം അദ്ദേഹം ഇവിടെ നിന്ന് അറിയുകയാണ്. ആ സന്യാസിയുടെ പോക്കൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അനവധി പേർക്കാണ് സൗഖ്യം. അദ്ദേഹത്തിന് എപ്പോഴും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരിക്കലും അദ്ദേഹം ഒന്നിനോടും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കൽപ്പിക്കുന്നു, പിശാചുക്കളോട് അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. 2 കാര്യങ്ങളാണ്. ഒന്നാമതായി അദ്ദേഹം പരിശുദ്ധ കുരിശിൻ്റെ അടയാളം സംരക്ഷണമായി എപ്പോഴും സ്വീകരിച്ചിരുന്നു. വിശുദ്ധ കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സംരക്ഷണമാണ്. രണ്ടാമതായി യേശുവിൻ്റെ നാമത്തിൽ പിശാച് പുറത്തു വന്ന് വാതിൽക്കൽ വന്ന് തട്ടി ബഹളം വെക്കുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ സാത്താനാണ്.
സാത്താൻ എന്താണ് ഇവിടെ കാര്യം? എന്താണ്? നീയും ഈ കണ്ട ക്രിസ്ത്യാനികളും മുഴുവനും ഞാൻ എന്തോ വലിയ മഹാപാപം ചെയ്തു, നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ രാപകൽ വെറുക്കുന്നു. അത് സത്യമല്ല, ഞാൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, ഞാൻ പാവമാണെന്ന് പറഞ്ഞ് പിശാച് ഭയങ്കര പാവം നടിച്ച് നിൽക്കുമ്പോൾ യേശു നാമം പറയുന്ന സമയം മാത്രമേ പറഞ്ഞുള്ളൂ പിശാച് ഓടിപ്പോയി എന്നാ പറയുക. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസ് എപ്പോഴും മൂകനും ബധിരനുമായിരുന്നു എന്ന് പറയാം പിശാചുകളുടെ അടുത്ത്. കാരണം അവരെ എപ്പോഴും ഹൃദയത്തിൽ അസ്വസ്ഥതയായും മറ്റ് സംസാരങ്ങളായും വന്നിരുന്നു. അവിടെയെല്ലാം അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് ഒരിക്കലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സിദ്ധി ഉണ്ടെന്നോ കഴിവുണ്ടെന്നോ ശക്തിയുണ്ടെന്നോ കൃപയുണ്ടെന്നോ സമ്മതിച്ച് കൊടുത്തിരുന്ന ഒരു ജീവിതമായിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്ന ഒരു കാര്യം യേശുനാമത്തിൽ. അങ്ങനെയാണ് പലരെയും വഴിയിൽ വെച്ച് പറഞ്ഞു വിടുമായിരുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട് പിതാവേ അങ്ങയെ കാണാൻ വേണ്ടി ശിഷ്യന്മാർ പറയുമ്പോൾ വഴിക്ക് വെച്ച് തിരിച്ചു വിട്ടുമോ? അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അത്ഭുതം നടക്കും. പ്രാർത്ഥനയാൽ വിശ്വാസത്താൽ അത് നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കില്ലായിരുന്നു. വാതിൽക്കൽ വന്ന് ഭയങ്കരമായി തട്ടി വിളിക്കുകയാണ്, വാ വാതിൽ തുറക്ക്. നീ എന്തിനാണ് ഒരു മനുഷ്യനെ വിളിച്ച് കരയുന്നത്? അവിടുത്തെ ജനറലാണ്, കോർട്ടിലെ ഉദ്യോഗസ്ഥനാണ്. കാരണം വലിയ ത്വക്ക് രോഗം വന്ന് അവസ്ഥയാണ്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ. ഒരു പെൺകുട്ടിയുടെ കാതും കണ്ണും മൂക്കും ഇങ്ങനെ പഴുത്ത് അതിന് പുഴുക്കളും ഒക്കെ ആയിട്ടുള്ള വളരെ നീചമായ അവസ്ഥ. അവരെ ഒന്നും വരാൻ വേണ്ടി വിശുദ്ധ അന്തോണീസ് അനുവദിക്കുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യനെ വിളിക്കുന്നത്? എന്തിനാണ് എൻ്റെ പേര് വിളിക്കുന്നത്? എന്തിനാണ് എന്നെ കാണാൻ വരുന്നത്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ ഈശോയെ വിളിക്കുക. അപ്പം അദ്ദേഹം കിലോമീറ്ററുകൾ അപ്പുറം വെച്ച് തന്നെ അവരെ തിരികെ വിടുകയും എന്നാൽ അവരുടെ ആ വിശ്വാസത്തെ പ്രതി അവർ സൗഖ്യപ്പെടുകയും ചെയ്യുന്നു. വന്ന ഒരു വ്യക്തി ഒരിക്കലും തിരികെ പോകാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയില്ല. ഇദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ വന്നിങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ തിരികെ പോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അന്തോണീസ് പറയുകയാണ്, സൗഖ്യം വേണമെങ്കിൽ നീ തിരികെ പോവുക, അനുസരിക്കുക. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വെച്ച് ഈ മനുഷ്യൻ സുഖപ്പെടുകയാണ്. കാരണം വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആരും തന്നിലേക്ക് ആകർഷിക്കപ്പെടരുത് എന്നും ആരും തന്നെ വാഴ്ത്തരുത് എന്നും അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. 2-3 പേര് കൊടുത്ത വസ്ത്രങ്ങളാണ്. ഒന്ന് വിശുദ്ധ അത്തനാസ്യൂസ് പിതാവ് കൊടുത്ത വസ്ത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപിൽ വെച്ച് അദ്ദേഹം ഈ വസ്ത്രങ്ങളെല്ലാം തിരികെ ഏൽപ്പിക്കാനായി ശിഷ്യന്മാരോട് പറയുകയാണ്. അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ ശിഷ്യന്മാരെ വന്ന് കാണുകയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, ഒരുപക്ഷെ നിങ്ങളെ ഞാൻ കാണുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും. കാരണം ഇതെൻ്റെ അവസാനത്തെ സന്ദർശനമാണ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രത്യേകിച്ച് തുടങ്ങി വെച്ച ഒരു ജീവിതക്രമത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. പിശാച് എത്രയോ നിസാരനാണ്. അവനാകെ ചെയ്യാൻ പറ്റുന്നത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളെ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഒരു വ്യക്തിക്ക് തൻ്റെ പരിശ്രമത്തിലൂടെ തീർച്ചയായിട്ടും പിശാചിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൻ്റെ സന്ദേശം. അദ്ദേഹം ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറയുക, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൻ്റെ പരിശ്രമം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കരുത്. അതിനെപ്പോഴും ഒരു തുടർച്ചയുണ്ടാകണം, തുടർ പരിശ്രമങ്ങൾ ഉണ്ടാകണം. എളിമയോടുകൂടി, പരിത്യാഗത്തോടുകൂടി, ഉപവാസത്തോടുകൂടി എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. 105-ാമത്തെ വയസ്സിൽ വിശുദ്ധനിത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പല്ലു പോലും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നീങ്ങുമ്പോൾ ആ വിശുദ്ധൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും എൻ്റെ മൃതശരീരം അടക്കുന്ന സ്ഥലം പുറലോകം അറിയരുത്. അതിൻ്റെ പിറകെ ഒന്നും ആരും നിൽക്കരുത്. അങ്ങനെ അവരുടെ ആശ്രമം എന്ന് പറയാൻ പറ്റില്ല, ഈ സെല്ലുകൾ, മലമുകളിലുള്ള ഗുഹകൾ, അവർ താമസിക്കുന്ന ഈ പൊത്തുകൾ പോലെയുള്ള സ്ഥലങ്ങൾ, അതിലെവിടെയോ അദ്ദേഹത്തെ മറവ് ചെയ്തു. അത് ശിഷ്യന്മാരിൽ തന്നെ എല്ലാവർക്കും
അറിയാത്തതുപോലെ അവരത് രഹസ്യമായി സൂക്ഷിച്ചു. ഇപ്പോഴും അത് ആർക്കും അറിവില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മേലങ്കികൾ അദ്ദേഹം ആരാണോ സമ്മാനിച്ചത് അവർക്ക് തിരികെ കൊടുത്തു. 1 ശിഷ്യന്മാർക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തിരുസഭയിൽ അറിയപ്പെടുക ത്വക്ക് രോഗങ്ങൾ മാറ്റുന്ന വിശുദ്ധനായിട്ടാണ്. അനേകം പേർ ആ കാലഘട്ടത്തിൽ ത്വക്ക് രോഗങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അവർക്ക് സൗഖ്യം നൽകുകയും അതുപോലെ അനവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അനേകർക്ക് സംരക്ഷണമായി. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പിശാചുമായി നടത്തിയ പോരാട്ടം തന്നെയാണ്. എപ്പോഴും വിശുദ്ധൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയും പറയുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയും ചെയ്തത് ഒരേ ഒരു കാര്യമായിരുന്നു. പിശാച് നിസ്സാരൻ മാത്രമാണ്. അവൻ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ അവന് വാതിൽ തുറന്നു കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ അവന് പ്രവർത്തിക്കാനായി നമ്മളുടെ ആത്മീയ പരിശ്രമങ്ങൾ എന്നവസാനിപ്പിക്കുന്നുവോ അന്ന് പിശാച് നമ്മളുടെ ജീവിതത്തിൽ ശക്തിപ്പെടും. വിശുദ്ധി ഇല്ലാതെ ആരും ദൈവത്തിലേക്ക് അടുക്കുകയില്ല. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക്. വിശുദ്ധൻ പറയുകയാണ്, വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്താൽ പോലും ജീവിത വിശുദ്ധി ഇല്ല എങ്കിൽ കർത്താവിന് ഒരു കാരണവശാലും നിങ്ങളെ അറിവുണ്ടാവുകയില്ല. വിശുദ്ധി ജീവിതത്തിൻ്റെ ഒരു വലിയ നിയോഗമായി നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈ കാലഘട്ടം ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടം ഇത്തരത്തിലുള്ള ത്യാഗപരിത്യാഗ ജീവിതത്തെ സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഈ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥത്തിൽ അഭയപ്പെടുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.